തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് വാട്സാപ്പിൽ എനിക്കൊരു പോസ്റ്റ് അയച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയല്ല, കുറച്ച് നാളുകളായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുരുഷന്മാരുടെ ടെസ്റ്റിക്കിൾസ് ഉണ്ടല്ലോ, വൃഷ്ണങ്ങൾ, ആ വൃഷ്ണങ്ങളിൽ നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോൺ 200% വരെ കൂട്ടുമെന്നാണ് ഒരു ഫോട്ടോ, അങ്ങനെ ഒരു അനിമേഷൻ രൂപവും ഒരു ചിത്രം. ഒരാളിങ്ങനെ കമന്ന് കിടന്നിട്ട് വൃഷ്ണം ഇങ്ങനെ കാണിച്ച് കമന്ന് സൂര്യൻ അടിക്കുമ്പോൾ ഇങ്ങനെ കമന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, മറ്റേ ഛായാചിത്രം. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിൾ, ഒരു സ്റ്റഡിയുടെ ആർട്ടിക്കിൾ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇപ്പോഴത്തെ കാലം എന്ത് കാലമാണ്, ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടേ കയറി ഇങ്ങനെ കമന്ന് കിടന്ന് തലവത്തിനെ കിടന്ന് വൃഷ്ണവും സൂര്യപ്രകാശത്തിന് നേരെ അടിക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് കിടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. ഇന്നത്തെ കാലത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകളില്ലേ, അതുകൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പഠനമെന്ന് പറയുന്നത് 1939-40 കാലഘട്ടങ്ങളിൽ നടന്നൊരു പഠനമാണ്. അപ്പോൾ ഈ പഠനം നടത്തിയത് ഈ മാനസികമായി വിഷാദം അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായി വിഷാദം അനുഭവിക്കുന്ന കുറച്ച് പേഷ്യൻസ്, വിഷാദ രോഗികളിലാണ് ഈ പഠനം നടത്തിയത്. അപ്പോൾ ഈ പഠനം ഇതുപോലെ വെയിലത്ത് ഈ വിഷാദ രോഗികളെ ഇങ്ങനെ കിടത്തിയിട്ട് അവരുടെ ഈ വൃഷ്ണങ്ങളിൽ വെയിലടിപ്പിച്ചു. എന്നിട്ട് അവർ ഡയറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ല. നമ്മുടെ ടെസ്റ്റോസ്റ്ററോണൊക്കെ കൃത്യമായിട്ട് അറിയാൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അവർ ഈ മൂത്രമാണ് ടെസ്റ്റ് ചെയ്തത്. ഈ മൂത്രത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ അളവാണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ പഠനം എന്ന് പറയുന്നത്. എന്നിട്ട് ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ബൈ പ്രോഡക്റ്റിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് മൂത്രത്തിലെ വേരിയേഷൻ അനുസരിച്ച് അതിൽ ടെസ്റ്റോസ്റ്ററോണ് ഈ വൃഷ്ണങ്ങളിൽ വെയിലടിച്ചപ്പോൾ വ്യത്യാസം വന്നെന്നാണ് ആ സ്റ്റഡിയിലുള്ളത്. അത് എത്ര വർഷമോ, 1939, ശരിക്കും പറഞ്ഞാൽ എത്രയേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ആ സ്റ്റഡി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ സയൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഹിസ്റ്ററി അനുസരിച്ച് പോലും ശരിയൊന്നുമല്ല ആ സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് ഈ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. അതായത് ഇങ്ങനെ പണ്ടത്തെ ഏതെങ്കിലും ഒരു സ്റ്റഡിയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇതിങ്ങനെ പല ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വെയിലത്ത് പോയിട്ട് കമന്ന് കിടന്ന് പുരുഷന്മാരുടെ വൃഷ്ണങ്ങളിൽ നേരിട്ട് സൺലൈറ്റ് അടിച്ചാൽ അതുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ഗുണം കിട്ടും, ടെസ്റ്റോസ്റ്ററോൺ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആകുമെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് വർക്കാവാത്തതാണ്, ഇത് പ്രാക്ടിക്കലി വർക്കാവത്തില്ല. അതായത് ചില ലേറ്റസ്റ്റ് പഠനങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആധുനിക പുതിയ പഠനങ്ങളിലൊക്കെ ഈ UV റേസും ടെസ്റ്റോസ്റ്ററോണുമായിട്ടുള്ള ബന്ധങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ ഈ വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എല്ലാ സ്റ്റഡിയും ഒരുപോലെയല്ല. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാറ്റിയ അവിടെ ടെസ്റ്റോസ്റ്ററോണിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസമാണ്, നിങ്ങൾ പറയും പോലെ ഭയങ്കരമായിട്ടുള്ള മാറ്റമൊന്നുമല്ല, ചെറിയ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, ചില സ്റ്റഡികളിൽ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മാറ്റിയിട്ടും ടെസ്റ്റോസ്റ്ററോൺ മാറ്റമില്ലാതെ നിന്നെന്നും ഉള്ള ചില സ്റ്റഡികളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലടിക്കുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനത്തെ ആ ഒരു പാത്വേന, അതുപോലെ തന്നെ സർക്കാഡിയൻ റിതം, ഈ പകല് കണ്ണി ലൈറ്റ് അടിക്കുക, രാത്രി ഇരുട്ട്, അതാണ് നമ്മുടെ ഉണർവ് ചക്രത്തെ നിയന്ത്രിക്കുന്ന ഈ സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. നമ്മുടെ ഉറക്ക ഹോർമോണ്, അതുപോലെ രാവിലെ എണീറ്റ് നമ്മുടെ കണ്ണിലൊക്കെ വെയിലടിക്കുമ്പോഴാണ് ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ ഈ വിഷാദം അനുഭവിച്ച അന്ന് സ്റ്റഡിയിലുള്ള പല ആളുകളും ചിലപ്പോൾ വെയിൽ കൊള്ളാതെ ഇരുന്ന ആളുകളായിരിക്കാം ആ സ്റ്റഡിയിലെ 1939. അപ്പോൾ വെയിൽ കൊള്ളാതെ ഇരുന്ന ആളുകൾ പെട്ടെന്ന് വെയിൽ കൊണ്ടപ്പോൾ അവിടെ സർക്കാഡിയൻ റിതം റീസെറ്റായപ്പോൾ ടെസ്റ്റോസ്റ്ററോണൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. അതാണ് സത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ നമ്മുടെ ശരീരം ഇപ്പോൾ വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി
വെയിൽ കൊണ്ട് കിട്ടാൻ വേണ്ടി നട്ടുച്ചയ്ക്കാണ് കിട്ടേണ്ടത്. ഒരു 11 മണിക്കും ഒരു 3 മണിക്ക് അല്ലെങ്കിൽ 2 മണിക്ക് ഇടയ്ക്കുള്ള വെയിലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോഴാണ് UV റൈസ് ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുൾ ശരീരത്തെ അടിക്കണമെന്നില്ല. വിറ്റാമിൻ ഡി കിട്ടാൻ നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെ കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ കിട്ടിയാൽ മതി. എവിടെ കിട്ടിയാലും, അതായത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഭാഗങ്ങൾ കിട്ടണം. അതായത് കൈയുടെ ഇത്രയും തുറന്ന ഭാഗവും കാലിൻ്റെ തുറന്ന ഭാഗമൊക്കെ അടിച്ചാൽ തന്നെ ഈ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതായത് ശരീരത്തിൻ്റെ എല്ലായിടത്തും സ്കിന്നുണ്ടല്ലോ, ഏത് സ്കിന്നിൽ അടിച്ചാലും മതി. അല്ലാതെ ഈ വൃഷ്ണത്തിൻ്റെ ഭാഗത്ത് ഇരിക്കുന്ന വൃഷ്ണസഞ്ചിയുടെ അവിടുത്തെ സ്കിന്നുണ്ടല്ലോ, ആ സ്കിന്നിൽ എന്തോ മാജിക്കൽ പവർ ഉണ്ട്. UV റൈസ് അടിക്കുമ്പോൾ ആ സ്കിന്നിൽ മാത്രം പെട്ടെന്ന് എന്തോ സംഭവിച്ച് കൂടുതൽ 200 ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കും. ഈ വൃഷ്ണത്തിൻ്റെ സ്കിന്നും നമ്മുടെ ഇവിടുത്തെ സ്കിന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ വ്യത്യാസം, അത് വൃഷ്ണസഞ്ചിയുടെ സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഇവിടുത്തെ അപേക്ഷിച്ച്. അപ്പോൾ എന്താണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ അപകടമാണ്. അപകടമൊന്നുമല്ല, ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇതിനു വേണ്ടി കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ കിടന്ന ഇപ്പോൾ ഹണ്ടർ ഗ്യാദേഴ്സ്, ഇപ്പോൾ ആഫ്രിക്കയിൽ ഹണ്ടർ ഗ്യാദേഴ്സൊക്കെ ആദ്യം തുണിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ന്യൂഡായിട്ടാണ് ഹണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കക്കാരുടെ തൊലി അറിയാമോ? നല്ല ബ്ലാക്കാണ്. അതായത് മെലാനിൻ ഭയങ്കര ഹൈ ആണ്. അവിടെ ശരീരമൊക്കെ നല്ല കറുകറാന്നിരിക്കും. അത്ര വെയിലാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നേ പറ്റൂ. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ സ്കിൻ ക്യാൻസർ ഒന്ന് ചാവും. അപ്പോൾ അത്രയും വെളുത്ത കറുത്ത സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്രിക്കക്കാരുടെ വൃഷ്ണത്തിലൊക്കെ കുറച്ച് വെയിലടിച്ചാലും അത് അത്രയും നല്ല ഡാർക്കായിട്ട് വൃഷ്ണ സ്ഥലത്തുള്ള തൊലി ഇരിക്കണോണ്ട് മെലാനിൻ ഹൈ ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അവരിങ്ങനെ വെയിലത്ത് നടന്നാലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വൃഷ്ണങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണോണ്ട് തന്നെ ഈ ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഈ കാലിങ്ങനെ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ കാലും പൊക്കി വെക്കുമ്പോൾ നടന്നു പോവുകയല്ലേ. അപ്പോൾ ഈ വൃഷ്ണത്തിൻ്റെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ വെയിലടിക്കുകയുള്ളൂ. ബാക്കി ഭാഗം കുറച്ച് ബാക്കിൻ്റെ ഭാഗമൊക്കെ ഈ ശരീരത്തോട് ചേർന്നാണല്ലോ, ഈ കാലിൻ്റെ ഇടയ്ക്കാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് വളരെ അപകടമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒന്നാമത് പ്രത്യേകിച്ച് ഈ നല്ല ബ്ലാക്ക് സ്കിൻ അല്ലാത്ത ആളുകൾക്ക്, ഒരു ബ്രൗൺ ആവട്ടെ വൈറ്റ് സ്കിന്നുള്ള ആവട്ടെ, അതായത് നല്ല ബ്ലാക്ക് അല്ല ഈ വൃഷ്ണത്തിലെ സ്കിന്നിൻ്റെ കളർ. അപ്പോൾ അവർക്ക് ഭയങ്കര ഡേഞ്ചറാണ്. ഒന്നാമത് ഈ വൃഷ്ണത്തിൻ്റെ സ്കിന്ന് സോഫ്റ്റാണ്. അപ്പോൾ ഈ പെട്ടെന്ന് DNA ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ സൂഡോ സയൻസ് വിശ്വസിച്ച് ഇങ്ങനെ കാലും കവച്ച് വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലടിച്ച് പ്രശ്നം ഉണ്ടാവും. ഈ വൃഷ്ണ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാവും. സോഫ്റ്റ് സ്കിന്നല്ലേ. രണ്ടാമത്തെ കാര്യം, ഇത് ബീജോത്പാദനത്തെയും ബാധിക്കും. ഈ വെയിലിങ്ങനെ വൃഷ്ണത്തിൽ ടാർഗറ്റിൽ അടിക്കുമ്പോൾ ഈ ചൂടടിക്കുമല്ലോ. അതായത് ഈ വൃഷ്ണത്തിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് താഴ്ന്നിരിക്കണമെന്നാണ് ഈ വൃഷ്ണം ബീജം ഉൽപ്പാദിപ്പിക്കാനും ടെസ്റ്റോസ്റ്ററോണൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ സൂഡോ സ്റ്റഡി വെച്ചിട്ട് ഇങ്ങനെ കമന്ന് കിടന്ന് ഈ വൃഷ്ണത്തിൽ ഇങ്ങനെ വെയിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? വൃഷ്ണത്തിൻ്റെ ഈ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അത് പിന്നീട് ബീജോത്പാദനത്തെയും ടെസ്റ്റോസ്റ്ററോണൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ കാരണമാകും. അതുമാത്രമല്ല, ഈ നോർത്തേൺ യൂറോപ്പിലുള്ള ആളുകൾ, അതായത് വെയിൽ തീരെ കുറഞ്ഞ സ്ഥലത്തുള്ള ആളുകൾ, അവിടെയൊക്കെ ജീവിച്ച ആളുകൾക്ക് വലിയ വെയിലൊന്നും അടിക്കത്തില്ല. പക്ഷേ അവിടെയുള്ളവർക്കൊക്കെ നല്ല ടെസ്റ്റോസ്റ്ററോണൊക്കെ ഉണ്ടല്ലോ, സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ. നോർത്തേൺ യൂറോപ്പിലുള്ള പുരുഷന്മാർ, ഇപ്പോൾ വൈക്കിങ്സ് ആവട്ടെ, ആ ജർമാനിക്ക് ഗോത്രങ്ങളാവട്ടെ, അവർക്കൊക്കെ നല്ല ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അവർ നല്ല വെയിലത്ത് ഉള്ളവരല്ല, മഞ്ഞ് പ്രദേശമാണ്. അപ്പോൾ ഈ വിറ്റാമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ട്, സർക്കാഡിയൻ റിതോ ആയിട്ടുള്ളതുണ്ട്, ഉണർവ് ചക്രമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ വ്യത്യാസപ്പെടും. അല്ലാതെ ഇവിടുത്തെ ഈ ടെസ്റ്റിക്കിൾസ് വൃഷ്ണത്തിൻ്റെ സ്കിന്നിൽ ഇങ്ങനെ വെയിലടിപ്പിച്ചെന്ന് പറഞ്ഞ് ഒന്നും കൂടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് സത്യാവസ്ഥ. ഇതൊരു സൂഡോ സയൻസ് മാത്രമാണ്. പണ്ടത്തെ ഒരു വിഷാദം വന്ന് സർക്കാഡിയൻ റിതം തെറ്റിയവന്മാരെ വെയിൽ ഒളിപ്പിച്ചപ്പോൾ സർക്കാഡിയൻ റിതം നോർമലായി. അത് നോർമലായപ്പോൾ ചെറിയ മാറ്റം വന്നു ടെസ്റ്റോസ്റ്ററോണിൽ. അത് ഈ വൃഷ്ണത്തിൽ വെയിലടിച്ചപ്പോഴാണ് വന്നെന്ന് അന്നുള്ള ആളുകൾ ചിന്തിച്ചു. അതാണ്, ഇതൊരു സൂഡോ സയൻസ് ആണ്. അല്ല വൃഷ്ണത്തിൽ ഇങ്ങനെ വെയിലടിച്ചെന്ന് പറഞ്ഞ് ഗുണമല്ല, യഥാർത്ഥത്തിൽ ദോഷമാണ് വരുന്നത്. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.